പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ദിവസം നാട് മുഴുവനും ഇങ്ങനെ പെരുമ്പളത്തിന്റെ വികസന കുതിപ്പിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് മാധ്യമത്തിന്റെ മൈക്ക് നീണ്ടു. എന്നിട്ട് ചോദിച്ചു, ഈ വികസനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നോ? ഞാനോ ഈ വികസനത്തെ എങ്ങനെ കാണുന്നുവെന്നോ? 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ടുപോയി വള്ളത്തിൽ കസേര, ഇങ്ങനെ കോച്ച് കസേര ചേർത്ത് കെട്ടിവെച്ച് ആ വള്ളവും കോച്ച് കസേരയും ഒരുമിച്ച് നീങ്ങി ആശുപത്രിയിലെത്തി പ്രസവം കഴിഞ്ഞ് തിരിച്ചു വന്ന ആ അമ്മ, ആ ഗർഭിണി അമ്മയായപ്പോൾ അതിന്റെ ഗദ്ഗതം ഇന്നും ഈ നാടിൽ ഇങ്ങനെ ഒരു കഥയായി നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞ് പിറന്നു, ആ കുഞ്ഞിന് ഇന്ന് 30 വയസ്സുണ്ട്. ആ കുഞ്ഞാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വേദിയിൽ പെരുമ്പളം പാലം എന്ന വികസന കുതിപ്പ് ഈ നാടിന് നൽകുമ്പോൾ ഒരു യുവാവ് നിന്ന് പറയുകയാണ്, സതീഷ, ഈ നാടിൽ വികസനമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ സർക്കാരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് മൈക്കിന് മുമ്പിൽ നുണ പറയുന്ന നിങ്ങളോടാണ് പറയുന്നത്. ഈ നാട്ടിൽ ഒരു യുവാവ് നിന്നിട്ട് പറയാ, 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കാൻ വേണ്ടി ഈ വള്ളത്തിന് മുകളിൽ കസേരയെ കെട്ടിവെച്ച് കൊണ്ടുപോയ ഒരു കാലഘട്ടത്തിന്റെ സാക്ഷിയാണ് ഞാനെന്ന്. എൻ്റെ മക്കൾ ഈ നാട്ടിൽ പിറക്കുമ്പോ വളരെ കൃത്യമായ 2 കരകൾ ഒരുമിച്ചിരിക്കുന്നു. എൻ്റെ നാട് വലിയ രീതിയിൽ ഏകതാ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ നാടിന് മുമ്പിൽ ഒരു വികസന കുതിപ്പായി മാറുകയാണ് പെരുമ്പളം പാലം എന്നുള്ളത്. ഏതു നാടിനും ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കാൻ എൻ്റെ നാട് എത്രമാത്രം വികസനമാണ് നേടിയെടുത്തത് എന്ന് പറയുന്നതിനൊരു കേരള മോഡൽ സ്റ്റോറിയായി മാറുന്നു എന്നുള്ളതും കൂടിയാണ്. നോക്കൂ നിങ്ങൾ, മഴവില്ലഴകിൽ പെരുമ്പളത്തിന്റെ പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള ആർച്ച് ആ നാടിലെ, ആ ദ്വീപിലെ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് മഴവില്ലഴകാവുന്നു എന്നുള്ളതാണ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഇന്ന് ഫേസ്ബുക്കിൽ പേജിൽ പിണറായി വിജയൻ കുറിക്കുമ്പോൾ ശബ്ദം കൊടുത്തതുപോലെ ഇരുകരകൾ ചേർന്നിരിക്കുന്നു, വലിയ ദൂരങ്ങൾ ഇല്ലാതായിരിക്കുന്നു. വിവിധ തരത്തിലുള്ള ആകുലതകൾ അക്കരയ്ക്കും ഇക്കരയ്ക്കുമായി നിൽക്കുമ്പോൾ ഇന്ന് തടഞ്ഞു നിർത്തിയ ജീവിതങ്ങളാണ് ഒന്നിച്ചു ചേരാൻ പോകുന്നത് എന്നും പറയുന്നു. കേരളത്തിൽ എത്രയെത്ര വികസനങ്ങളാണ് പിണറായി സർക്കാർ നാടിന് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. എത്രയെത്ര വികസനങ്ങളാണ് ഈ നാടിന്റെ മുഖമുദ്രയായി പറയുന്നത് എന്നുള്ളതാണ്. വെറും ഇലക്ഷൻ വരുമ്പോൾ ഉദ്ഘാടന മഹാമഹം നടത്തി പോകുന്നതല്ല, കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കി ഇറങ്ങിപ്പോകും മുമ്പ്, 3ാം വട്ടം വരും മുമ്പ് ഈ നാടിന് സമർപ്പിക്കണമെന്ന കൃത്യമായ പ്ലാനോടെ, ഇച്ഛാശക്തിയോടെ ഓരോ വകുപ്പുകളെയും ക്രോഡീകരിച്ച് കൃത്യമായി നടത്തിയെടുത്ത പ്ലാനുകൾ. അതിന്റെ ഉദ്ഘാടനം ഇലക്ഷന് തൊട്ട് മുമ്പാകുമ്പോൾ അത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയാൻ പണ്ട് കോൺഗ്രസ്സുകാർ ചെയ്തതുപോലെ പാലത്തിന് മുമ്പിൽ ഒരു കല്ലിട്ട് ആ കല്ലിൽ ഉദ്ഘാടനം നടത്തിയിരുന്ന കാലഘട്ടമല്ല ഇത്. കിലോമീറ്ററുകൾ നീളമുള്ള പെരുമ്പളം പാലം പോലെയുള്ള 400 വീടുകൾക്ക് മുന്നോടിയായി 178 വീടുകൾ വയനാട് ടൗൺഷിപ്പായി പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതെല്ലാം ഇച്ഛാശക്തിയുടെ പര്യായമായതുകൊണ്ടാണ്. അല്ലാതെ വെറുതെ വന്ന് നിങ്ങൾ പണ്ട് ചെയ്തതുപോലെ കല്ലിട്ട് അതിന്റെ മുകളിൽ മുദ്രാവാക്യം എഴുതി വെച്ച് പോകുന്നത് പോലെയല്ലല്ലോ. കേരളത്തിൽ നടത്തിയെടുത്ത മാസ്റ്റർ പ്ലാനുകൾ നിരവധിയാണ്. ഈ നാടിന്റെ വികസനങ്ങൾ ഈ നാടിന്റെ ഗതിയെ പോലും മാറ്റിമറിക്കുന്നതായി മാറുന്നതും അതുകൊണ്ടാണ്. മഹാനടൻ മമ്മൂട്ടി പേജിൽ അവസാനമായി പറയുന്നത് പോലെ, ഞാൻ കരുതുന്ന വികസനം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പെരുമ്പളം പാലം ഒരു വികസന കുതിപ്പ് തന്നെയാണ് എന്ന് പിണറായി 3.0 ലോഡിംഗ് എന്ന് കൃത്യമായിട്ടുള്ള ഹാഷ്ടാഗോടുകൂടി കാര്യങ്ങൾ പ്രചരിക്കുന്നത് ഒരു വെറും പ്രചരണം മാത്രമല്ല. ഈ നാടിന്റെ ജനസ്പന്ദനം, ഈ നാടിന്റെ ആവശ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ 10 വർഷം വിവിധ വകുപ്പുകളെ കൃത്യമായി ക്രോഡീകരിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മാസ്റ്റർ പ്ലാനിന്റെ കൃത്യമായ പദ്ധതിയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ